ഡിയർ ഫ്രണ്ട്സ്, നീനാസ് PSC പോയിൻറ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള നവോത്ഥാനം എന്ന സീരീസിൽ ഇന്ന് മഹാത്മാ അയ്യങ്കാളി, പണ്ഡിറ്റ് KP കറുപ്പൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ എന്നിവർ. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്ന അയ്യങ്കാളിയെക്കുറിച്ചാണ് ആദ്യ ചോദ്യങ്ങൾ. അയ്യങ്കാളിയുടെ ജന്മവർഷം ഏത്? 1863 ഓഗസ്റ്റ് 28. അയ്യങ്കാളി ജനിച്ച വർഷം 1863 ഓഗസ്റ്റ് 28. അയ്യങ്കാളി മരണപ്പെട്ട വർഷം കൂടി ഓർക്കുക. 1941 ജൂൺ 18. 78ാമത്തെ വയസ്സിൽ 1941 ജൂൺ 18 അദ്ദേഹത്തിൻ്റെ മരണം. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്ന പേര് പാഞ്ചജന്യം. അയ്യങ്കാളിയുടെ ശവകുടീരത്തിൻ്റെ പേര് പാഞ്ചജന്യം. അയ്യങ്കാളിയുടെ ജന്മദേശം ഏത്? അയ്യങ്കാളിയുടെ ജന്മദേശം വെങ്ങാനൂർ. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂറാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം. വെങ്ങാനൂരിലെ പ്ലാവത്തറ വീടാണ് അയ്യങ്കാളിയുടെ ഭവനം. അയ്യങ്കാളിയുടെ ബാല്യകാല നാമം എന്ത്? കാളി. കാളി എന്നതാണ് അയ്യങ്കാളിയുടെ ചെറുപ്പകാലത്തെ പേര്. അച്ഛൻ്റെ പേര് അയ്യൻ, അമ്മ മാല, ഭാര്യ ചെല്ലമ്മ. അച്ഛൻ്റെ പേരായ അയ്യൻ കൂടിച്ചേർത്ത് കാളി പിന്നീട് അറിയപ്പെട്ട പേരാണ് അയ്യൻകാളി. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. റോമൻ രാജഭരണത്തിനെതിരെ പോരാടിയ അടിമകളുടെ നേതാവാണ് സ്പാർട്ടക്കസ്. പുലയ രാജ എന്നറിയപ്പെടുന്നത് ആരാണ്? പുലയ രാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. 1937 വെങ്ങാനൂരിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ ഗാന്ധിജിയാണ് ആദ്യമായി അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത്. അയ്യങ്കാളിയെ തളരാത്ത പോരാളി എന്ന് വിശേഷിപ്പിച്ചതും ഗാന്ധിജിയാണ്. ഗാന്ധിജിയും അയ്യങ്കാളിയും കണ്ടുമുട്ടിയ വർഷം 1937. തൻ്റെ സമുദായത്തിൽ നിന്ന് 10 പേരെങ്കിലും BA-ക്കാരായി കാണണം എന്ന ആഗ്രഹം ഗാന്ധിജിയോട് പറഞ്ഞത് അയ്യങ്കാളിയാണ്. പേരിന് മുന്നിൽ മഹാത്മാ എന്ന് ചേർത്ത് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? പേരിന് മുന്നിൽ മഹാത്മാ എന്ന് ചേർത്ത് അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി എന്ന് അറിയപ്പെടുന്നു. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആര്? അധസ്ഥിതരുടെ പടത്തലവൻ അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി, നിരക്ഷരനായ സാമൂഹ്യ പരിഷ്കർത്താവ്, കേരള സ്പാർട്ടക്കസ്, പുലയ രാജ, തളരാത്ത യോദ്ധാവ്, കറുത്ത സൂര്യൻ, യജമാനൻ, ആധുനിക ദളിതരുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് അയ്യങ്കാളി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് കേരള മുഖ്യമന്ത്രി EK നായനാർ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് EK നായനാർ. ഇനി അയ്യങ്കാളിയുടെ ചില പ്രസിദ്ധമായ പോരാട്ടങ്ങൾ. അയ്യങ്കാളി ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ഏത്? 1893. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര നടന്ന വർഷം 1893. തിരുവിതാംകൂർ രാജാവിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച രാജവീഥികൾ എല്ലാ ജാതിമതസ്ഥർക്കും സഞ്ചരിക്കാൻ വേണ്ടി 1886 തന്നെ തുറന്നു കൊടുത്തിരുന്നു. എന്നാൽ സവർണ വിഭാഗത്തിൽപ്പെട്ടവർ, താഴ്ന്ന ജാതിക്കാരെ അവയിലൂടെ സഞ്ചരിക്കാൻ അനുവദിച്ചില്ല. ഈ ഗർവിനെ നേരിടാൻ തീരുമാനിച്ച അയ്യങ്കാളി തമിഴ്നാട്ടിൽ പോയി ഒരു വില്ലുവണ്ടി വാങ്ങിക്കൊണ്ടുവന്നു. മുണ്ടും മേൽമുണ്ടും വെള്ളബനിയനും തലപ്പാവും ധരിച്ച് ഒരു ദിവാൻ്റെ വേഷത്തിൽ വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ഒരു സാഹസിക യാത്ര നടത്തി. സവർണ വിഭാഗം ഇതിനെ ശക്തമായി എതിരിട്ടു. എന്നാൽ അയ്യങ്കാളിയുടെ ഊരിപ്പിടിച്ച കഠാരയ്ക്ക് മുമ്പിലും നിശ്ചയദാർഢ്യത്തിന് മുമ്പിലും അവർ തോറ്റു പിന്മാറി.
ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ഇന്ത്യയിലെ ആദ്യത്തെ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. വില്ലുവണ്ടി യാത്ര എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ ഹരിജനങ്ങൾക്ക് പൊതുവഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം നേടാൻ. വില്ലുവണ്ടി യാത്ര നടന്ന വർഷം 1893. 1898 ചാലിയത്തെരുവ് ലഹള, ആറാലുമൂട് ലഹള, 1912 നെടുമങ്ങാട് ചന്തലഹള എന്നിവയ്ക്ക് നേതൃത്വം നൽകിയതാര്? ഇവയ്ക്കെല്ലാം നേതൃത്വം നൽകിയത് അയ്യങ്കാളി. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ നിന്നും ബാലരാമപുരത്തേക്ക് നയിച്ച ജാഥ സവർണ ഹിന്ദുക്കളാൽ ആക്രമിക്കപ്പെട്ടു. അതൊരു കലാപമായി മാറി. ഈ കലാപം ചാലിയത്തെരുവ് ലഹള എന്നറിയപ്പെടുന്നു. 1898 വെങ്ങാനൂരിൽ നിന്ന് ആറാലുമൂട്ടിലേക്ക് വന്ന ജാഥയും ഇതുപോലെ ആക്രമിക്കപ്പെട്ടു. ഈ കലാപമാണ് ആറാലുമൂട് ലഹള. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നെടുമങ്ങാട് ചന്തയിലേക്ക് അയ്യങ്കാളി നയിച്ച ജാഥയും ആക്രമിക്കപ്പെട്ടു. ഇതാണ് നെടുമങ്ങാട് ചന്തലഹള. എല്ലാ ലഹളകളും അയ്യങ്കാളിയുടെ കരുത്തിനു മുമ്പിൽ സവർണർ പരാജയപ്പെട്ടു. നെടുമങ്ങാട് ചന്തലഹള, ആറാലുമൂട് ലഹള, ചാലിയത്തെരുവ് ലഹള ഇവയെല്ലാം നയിച്ചത് അയ്യങ്കാളി. സവർണ പ്രമാണികൾ താഴ്ന്ന ജാതിയിലെ കുട്ടികൾക്ക് തുടർച്ചയായി വിദ്യാഭ്യാസ അവകാശം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി ആരംഭിച്ച സ്കൂൾ എവിടെയാണ്? അയിത്തജാതിക്കാരായ കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി 1904 കൊടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച സ്ഥലം വെങ്ങാനൂർ. സ്കൂൾ ആരംഭിച്ചതിൽ രോഷാകുലരായ സവർണർ അന്ന് രാത്രി തന്നെ ആ സ്കൂൾ തീവച്ച് നശിപ്പിച്ചു കളഞ്ഞു. അടുത്ത ദിവസം അയ്യങ്കാളി സ്കൂൾ വീണ്ടും സ്ഥാപിച്ചെങ്കിലും വീണ്ടും തീവെക്കപ്പെട്ടു. ഓർക്കുക, അയ്യങ്കാളി താഴ്ന്ന ജാതിക്കാർക്ക് അക്ഷരം പഠിക്കാൻ കൊടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച സ്ഥലം വെങ്ങാനൂർ. വർഷം 1904. SCERT ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന വർഷം 1904. എന്നാൽ ചില പുസ്തകങ്ങളിൽ വർഷം 1905 എന്നും കാണുന്നുണ്ട്. കൊടിപ്പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചാൽ അയ്യങ്കാളി. കൊടിപ്പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്നത് അയ്യങ്കാളി. തിരുവിതാംകൂറിൽ ആദ്യമായി കർഷക സമരം നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി. അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം അനുവദിക്കാത്ത സവർണ വിഭാഗങ്ങളുടെ നീതി നിഷേധത്തിനെതിരെയായിരുന്നു സമരം. തിരുവിതാംകൂറിൽ ആദ്യമായി സംഘടിത കർഷക സമരം നയിച്ച നേതാവ് അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര്? അയ്യങ്കാളി. താഴ്ന്ന ജാതികളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശം നേടാനായി കർഷക സമരം നയിച്ച അയ്യങ്കാളിയുടെ വാക്കുകളാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല, പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന പ്രക്ഷോഭം ഏത്? ഊരൂട്ടമ്പലം ലഹള. ദളിത് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രവേശനം നേടാൻ നടന്ന സമരം ഊരൂട്ടമ്പലം ലഹള. ഈ സമരം 3 പേരുകളിൽ അറിയപ്പെടുന്നു: ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള, പുലയ ലഹള എന്നിങ്ങനെ. അയ്യങ്കാളി പഞ്ചമി എന്ന പുലയ പെൺകുട്ടിയുമായി ഊരൂട്ടമ്പലം സ്കൂളിലെത്തുന്നതും പഞ്ചമിക്ക് സ്കൂൾ പ്രവേശനം നിഷേധിക്കപ്പെടുന്നതും അന്ന് രാത്രി ആരോ സ്കൂൾ തീവച്ച് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് ഊരൂട്ടമ്പലം ലഹള. ഊരൂട്ടമ്പലം ലഹള നടന്ന വർഷം 1915. 1915 തുല്യമായ കൊല്ലവർഷം 1990. കൊല്ലവർഷം 1990 നടന്നതുകൊണ്ടാണ് 90-ാം ആണ്ട് ലഹള എന്ന പേര് വന്നത്. പുലയ സമുദായത്തിൽപ്പെട്ടവർ സംഘടിച്ച് നടത്തിയ സമരമായതുകൊണ്ട് പുലയ ലഹള എന്ന പേരും വന്നു. സമരം കൂടുതൽ ശക്തമായ സ്ഥലം കണ്ടല എന്ന പ്രദേശമായിരുന്നു.
അതിനാൽ കണ്ഡല ലഹള എന്ന പേരും ഉണ്ടായിരുന്നു. ഉരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള, പുലയ ലഹള ഇവയെല്ലാം ഒന്ന് തന്നെ. ഇവ നടന്ന വർഷം 1915, കൊല്ലവർഷം 1990. 2017 സ്കൂൾ പ്രവേശനോത്സവത്തിൽ ഊരുട്ടമ്പലം സ്കൂളിന് കേരള ഗവൺമെൻറ് പുതിയ പേര് നൽകി. പുതിയ പേര് അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ ഗവൺമെൻറ് UP സ്കൂൾ. അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ ഗവൺമെൻറ് UP സ്കൂൾ. അടുത്ത ചോദ്യം, കല്ലുമാല സമരത്തിന് നേതൃത്വം കൊടുത്തത് ആര്? കല്ലുമാല സമരത്തിന് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളി. വർഷം 1915. കല്ലുമാല സമരത്തിൻ്റെ മറ്റൊരു പേരാണ് പെരുന്നാട് ലഹള. സമരം നടന്ന പ്രധാന സ്ഥലം കൊല്ലം ജില്ലയിലെ പെരുന്നാടായതുകൊണ്ടാണ് പെരുന്നാട് ലഹള എന്ന പേര് വന്നത്. മാറുമറയ്ക്കാൻ പാടില്ല, സ്വർണം വെള്ളി ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല, ജാതി അടയാളം പോലെ കഴുത്തിൽ കല്ലയും മാലയും കാതിൽ ഇരുമ്പ് വളയങ്ങളും ഇടണം. ഇവയെല്ലാം അന്നത്തെ സവർണരുടെ കൽപ്പനകളായിരുന്നു. അവയ്ക്കെതിരെ അയ്യങ്കാളിയുടെയും അനുയായിയായ ഗോപാലദാസ് എന്ന ചെറുപ്പക്കാരൻ്റെയും നേതൃത്വത്തിൽ നടന്നതാണ് കല്ലുമാല സമരം. 1915 ഡിസംബർ 19 കൊല്ലം പീരങ്ക മൈതാനിയിൽ കൂടിയ സമ്മേളനത്തിൽ അയ്യങ്കാളിയുടെ ആഹ്വാനപ്രകാരം പുലയ സ്ത്രീകൾ വേദിയിലെത്തി കല്ലുമാലകൾ പൊട്ടിച്ചെറിഞ്ഞു. പുതിയൊരു ഡ്രസ് കോഡ് അഥവാ മാന്യമായ വസ്ത്രം ധരിക്കാനുള്ള അവകാശം കേരളത്തിലെ പുലയ സ്ത്രീകൾ നേടിയ ഒരു സമരമാണ് കല്ലുമാല സമരം അഥവാ പെരുന്നാട് കലാപം. 1907 അയ്യങ്കാളി രൂപീകരിച്ച സംഘടന ഏത്? സാധുജന പരിപാലന സംഘം. താഴ്ന്ന ജാതിക്കാരായ സാധുജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരു സംഘടന വേണം എന്ന തിരിച്ചറിവോടെ അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനം നൽകിയ സംഘടന ഏത് എന്ന് ചോദിച്ചാൽ SNDP യോഗം. സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? പ്രധാനമായും 3 ലക്ഷ്യങ്ങൾ. അവർണർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധനവ്. അവർണർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഏത്? സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി. 1914 ചങ്ങനാശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ സാധുജന പരിപാലനയുടെ ആദ്യത്തെ പത്രാധിപരാണ് ചെമ്പൻതറ കാളിച്ചോതി കറുപ്പൻ. ആദ്യ പത്രാധിപർ ചെമ്പൻതറ കാളിച്ചോതി കറുപ്പൻ. അയ്യങ്കാളി ആരംഭിച്ച സാധുജന പരിപാലിനി ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘം എന്ന പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയ വർഷം ഏത്? 1938. 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന പേരിലേക്ക് മാറി. പുലയ മഹാസഭ 1942 സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയിൽ ലയിച്ചു. 1907 സ്ഥാപിക്കപ്പെട്ട സാധുജന പരിപാലന സംഘം 1938 പുലയ മഹാസഭയായി. പുലയ മഹാസഭ 1942 സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയിൽ ലയിച്ചു. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിതൻ ആര്? അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതൻ അയ്യങ്കാളി. 1911 ഡിസംബർ 5 ദിവാൻ P. രാജഗോപാലാചാര്യയുടെ നിർദ്ദേശപ്രകാരം ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ആണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് അയ്യങ്കാളിയെ നോമിനേറ്റ് ചെയ്തത്. ഇതോടൊപ്പം ഓർക്കുക, അധസ്ഥിത വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിക്കാൻ 1907 1910 1914 ഉത്തരവിട്ട തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ.
ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതൻ അയ്യങ്കാളി. തുടർച്ചയായി 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു അയ്യങ്കാളി. അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഏത്? 1912. ബാലരാമപുരത്ത് വെച്ചാണ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ ആദ്യമായി കാണുന്നത്. ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് അരുവിപ്പുറത്ത് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളി. അവർ കണ്ടുമുട്ടിയ വർഷം 1912. അയ്യങ്കാളിയുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെ? വെള്ളയമ്പലം, തിരുവനന്തപുരം. വെള്ളയമ്പലത്ത് 1980 പ്രതിമ അനാച്ഛാദനം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. പ്രതിമ അനാച്ഛാദനം ഇന്ദിരാഗാന്ധി. പ്രതിമ നിർമ്മിച്ച ശില്പി ഇസ്ര ഡേവിഡ്. പ്രതിമയുടെ ശില്പി ഇസ്ര ഡേവിഡ്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചിത്രകൂടം, വെങ്ങാനൂർ. ഇപ്പോൾ ചിത്രകൂടത്തിൻ്റെ പേര് പാഞ്ചജന്യം എന്നാക്കിയിട്ടുണ്ട്. അയ്യങ്കാളി സ്മാരകം പാഞ്ചജന്യം, വെങ്ങാനൂർ. കേരളത്തിലെ നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏത് നവോത്ഥാന നായകൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? അയ്യങ്കാളിയുടെ പേരാണ് കേരളത്തിലെ നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് നൽകിയിരിക്കുന്നത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. ഇനി 2024 മെയ് 4 ഒരു LDC പരീക്ഷാ ചോദ്യം ശ്രദ്ധിക്കുക. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ഉത്തരം 22 രൂപ. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം 311 രൂപയായിരുന്നു. അതിപ്പോൾ 22 രൂപ വർദ്ധിച്ച് 333 രൂപയായിട്ടുണ്ട്. കേരള ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനത്തിൻ്റെ പേര് എന്ത്? അയ്യങ്കാളി ഭവൻ. അയ്യങ്കാളി ഭവൻ തൃശ്ശൂരിലാണ്. കേരള SC/ST ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനത്തിൻ്റെ പേര് അയ്യങ്കാളി ഭവൻ, തൃശ്ശൂർ. തിരുവനന്തപുരം VJT ഹാളിന് 2019 നൽകിയ പുതിയ പേരെന്ത്? മഹാത്മാ അയ്യങ്കാളി ഹാൾ. തിരുവനന്തപുരത്തെ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിൽ മുൻപ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭ അംഗമായിരിക്കുമ്പോൾ പ്രസംഗിച്ചിരുന്ന ഹാളാണ്. വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിൻ്റെ ഇപ്പോഴത്തെ പേര് അയ്യങ്കാളി ഹാൾ. അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ച സർവകലാശാല, കേന്ദ്ര സർവകലാശാല ഏത്? കാസർകോട്ടെ കേന്ദ്ര സർവകലാശാല. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കാസർഗോഡ് ആണ് അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ, അയ്യങ്കാളി ചെയർ ആരംഭിച്ചത്. ഇനി 2024 മെയ് 24 ഒരു PSC ചോദ്യം. അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: A. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. B. തിരുവിതാംകൂർ പ്രജാസഭയിൽ അംഗമായിരുന്നു. C. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. D. തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു. ഇവയിൽ ഉത്തരം D ആണ്. കണ്ണമ്മൂലയിൽ ജനിച്ചു എന്നത് തെറ്റാണ്. അയ്യങ്കാളി ജനിച്ച സ്ഥലം വെങ്ങാനൂരാണ്. കണ്ണമ്മൂലയിൽ ജനിച്ചത് ചട്ടമ്പിസ്വാമികളാണ്. അടുത്ത നവോത്ഥാന നായകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ജന്മദേശം ഏത്? ചേരാനല്ലൂർ, എറണാകുളം ജില്ല. ജന്മദേശം ചേരാനല്ലൂർ, ജില്ല ചോദിക്കുകയാണെങ്കിൽ എറണാകുളം ജില്ല. പണ്ഡിറ്റ് കറുപ്പിൻ്റെ വീടിൻ്റെ പേര് സാഹിത്യ കുടീരം. വീട്ടുപേര് സാഹിത്യ കുടീരം. പണ്ഡിറ്റ് കറുപ്പൻ ഏത് സമുദായക്കാരനാണ്? ധീവര സമുദായം. പണ്ഡിറ്റ് കറുപ്പൻ ഉൾപ്പെടുന്ന സമുദായം ധീവര. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ വിശേഷണമാണ് കേരള ലിങ്കൺ. അടുത്തത് 2024 ഏപ്രിൽ 20 ഒരു PSC ചോദ്യം.
ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അരയ സമാജം സ്ഥാപിച്ചതാര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കെ പി കറുപ്പൻ സ്ഥാപിച്ച പ്രധാനപ്പെട്ട സംഘടനയാണ് അരയ സമാജം. കല്യാണദായിനി സഭ, ബാലസമുദായ പരിഷ്കാരിണി സഭ, സുധർമ്മ സൂര്യോദയ സഭ, പ്രബോധ ചന്ദ്രോദയ സഭ, അരയ വംശോദ്ധാരിണി സഭ എന്നിവ രൂപീകരിച്ചതാര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരിലും, ബാലസമുദായ പരിഷ്കാരിണി സഭ, സുധർമ്മ സൂര്യോദയ സഭ എന്നിവ തേവരയിലും, പ്രബോധ ചന്ദ്രോദയ സഭ നോർത്ത് പറവൂരിലും, അരയ വംശോദ്ധാരിണി സഭ ഏങ്ങണ്ടിയൂരിലുമാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചത്. ചുവടെ പറയുന്നവയിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭകൾ ഏവ? 1. സമുദായ സേവിനി, 2. സന്മാർഗ പ്രദീപ സഭ, 3. ജ്ഞാനോദയം സഭ, 4. ധീവര സഭ. ഇവയിൽ ധീവര സഭ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചതല്ല. സമുദായ സേവിനി, സന്മാർഗ പ്രദീപ സഭ, ജ്ഞാനോദയം സഭ ഇവ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭകൾ. സമുദായ സേവിനി പറവൂരിലും, സന്മാർഗ പ്രദീപ സഭ കുമ്പളത്തും, ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിലുമാണ് സ്ഥാപിച്ചത്. ജ്ഞാനോദയം സഭ സ്ഥാപിച്ച വർഷം 1916. 1913 കൊച്ചിൻ പുലയമഹാസഭ സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനും കെ പി വള്ളോനും ചേർന്നാണ് കൊച്ചിൻ പുലയമഹാസഭ സ്ഥാപിച്ചത്. കൊച്ചിൻ പുലയമഹാസഭയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു കെ പി കറുപ്പൻ. ഓർക്കുക, അരയ സമാജം, കല്യാണദായിനി സഭ, ബാലസമുദായ പരിഷ്കാരിണി സഭ, സുധർമ്മ സൂര്യോദയ സഭ, പ്രബോധ ചന്ദ്രോദയ സഭ, അരയ വംശോദ്ധാരിണി സഭ, സമുദായ സേവിനി, സന്മാർഗ പ്രദീപ സഭ, ജ്ഞാനോദയം സഭ തുടങ്ങിയ ധാരാളം സഭകളുടെ സ്ഥാപകനാണ് കെ പി കറുപ്പൻ. 1913 കൊച്ചിയിൽ നടന്ന കായൽ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കൊച്ചിയിൽ പുലയ സമുദായ അംഗങ്ങൾക്ക് യോഗം കൂടാൻ കൊച്ചി രാജാവ് അനുമതി നിഷേധിച്ചപ്പോൾ 1913 ഏപ്രിൽ 21 കായലിൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി വേദിയുണ്ടാക്കി നടത്തിയ കായൽ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കെ പി കറുപ്പൻ. കൊച്ചി മഹാരാജാവ് കവിതിലകൻ ബിരുദവും സാഹിത്യ നിപുണൻ പദവിയും നൽകി ആദരിച്ചത് ആരെ? പണ്ഡിറ്റ് കറുപ്പൻ. കവിതിലകൻ, സാഹിത്യ നിപുണൻ എന്നീ പദവികൾ കൊച്ചി രാജാവിൽ നിന്ന് ലഭിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ വിദ്വാൻ എന്ന പദവി നൽകി ആദരിച്ച നവോത്ഥാന നായകൻ ആര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ വിദ്വാൻ എന്ന പദവി നൽകി ആദരിച്ച വ്യക്തി പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയതാണ് ജാതിക്കുമ്മി. ജാതിപരമായ ഉച്ചനീചത്വങ്ങളെ ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ പുസ്തകവുമായ ജാതിക്കുമ്മി പ്രസിദ്ധീകരിച്ചത് 1912 ജാതിക്കുമ്മിയുടെ രചന പണ്ഡിറ്റ് കറുപ്പൻ. ബാലാകലേശം, ആചാരഭൂഷണം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ലളിതോപഹാരം കിളിപ്പാട്ട് എന്നിവ ആരുടെ കൃതികളാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതികളാണ് ബാലാകലേശം, ആചാരഭൂഷണം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ലളിതോപഹാരം കിളിപ്പാട്ട് എന്നിവ. ബാല, കലേശൻ എന്നീ പ്രധാന കഥാപാത്രങ്ങളുള്ള നാടകമാണ് ബാലാകലേശം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ അവബോധം സൃഷ്ടിക്കാൻ രചിച്ചതാണ് ആചാരഭൂഷണം. വഞ്ചിപ്പാട്ട് രൂപത്തിൽ എഴുതിയതാണ് ശാകുന്തളം വഞ്ചിപ്പാട്ട്. കിളിപ്പാട്ട് ശൈലിയിൽ എഴുതിയത് ലളിതോപഹാരം കിളിപ്പാട്ട്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യത്തെ കവിത ഏത്? പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത സ്തോത്രമന്ദാരം. സ്തോത്രമന്ദാരമാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത. പണ്ഡിറ്റ് കറുപ്പൻ ചട്ടമ്പിസ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചെഴുതിയ കൃതി ഏത്? ടി കെ മാധവൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചെഴുതിയ കൃതി ഏത്? ചട്ടമ്പിസ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചെഴുതിയ കൃതി സമാധി സപ്താഹം.
ടി കെ മാധവൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചെഴുതിയ കൃതി മഹാസമാധി. ചട്ടമ്പിസ്വാമികളുടെ ഓർമ്മയ്ക്ക് സമാധി സപ്താഹം. ടി കെ മാധവൻ്റെ ഓർമ്മയ്ക്ക് മഹാസമാധി. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് പണ്ഡിറ്റ് കെ പി കറുപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏത്? 1925. 1925 കെ പി കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത്. തുടർച്ചയായി 3 വർഷം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത നവോത്ഥാന നായകൻ മുഹമ്മദ് അബ്ദുറഹിമാൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആര്? കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ. സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ കേരള നേതൃത്വം മുഹമ്മദ് അബ്ദുറഹിമാനായിരുന്നു. അതിനാൽ മുഹമ്മദ് അബ്ദുറഹിമാൻ അറിയപ്പെട്ട പേര് കേരള സുഭാഷ് ചന്ദ്രബോസ്. കൊച്ചിൻ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ സ്ഥാപകനാര്? മുഹമ്മദ് അബ്ദുറഹിമാൻ. കൊച്ചിൻ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ മുഹമ്മദ് അബ്ദുറഹിമാൻ. അൽ അമീൻ പത്രം ആരംഭിച്ചതാര്? 1924 കോഴിക്കോട് അൽ അമീൻ പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹിമാൻ. 1939 ബ്രിട്ടീഷ് ഗവൺമെൻറ് അൽ അമീൻ പത്രം നിരോധിച്ചു. അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകൻ മുഹമ്മദ് അബ്ദുറഹിമാൻ. മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ എന്ന പുസ്തകം രചിച്ചതാര്? 2011 NP മുഹമ്മദ് രചിച്ച കൃതിയാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ. മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ രചിച്ചത് NP മുഹമ്മദ്. ഈ കൃതിയെ ആധാരമാക്കി PT കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് വീരപുത്രൻ. വീരപുത്രനിൽ മുഹമ്മദ് അബ്ദുറഹിമാനായി അഭിനയിച്ച നടൻ നരേൻ. മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ എന്ന കൃതിയുടെ കർത്താവ് NP മുഹമ്മദ്. അവസാനമായി 2024 ജൂലൈ 6 PSC പരീക്ഷയിലെ ഒരു ചോദ്യം. കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? ഓപ്ഷൻസ്: മുഹമ്മദ് അബ്ദുറഹിമാൻ, മൊയാരത്ത് ശങ്കരൻ, മുഹമ്മദ് മൗലവി, KP കേശവമേനോൻ. ഉത്തരം മുഹമ്മദ് അബ്ദുറഹിമാൻ. കോഴിക്കോട് ഉപ്പ് നിയമം ലംഘിക്കാൻ നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ. കൂടെയുണ്ടായിരുന്ന പ്രമുഖ നേതാവ് P കൃഷ്ണപിള്ള. ഡിയർ ഫ്രണ്ട്സ്, കേരള നവോത്ഥാനത്തിൻ്റെ 4ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. പ്രയോജനപ്പെടുത്തുക, നല്ല മാർക്കുകൾ വാങ്ങുക.